ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഈ അമ്മ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും സാധിച്ചു. നമ്മളെന്ന് മനസ്സ് ഉരുകി ഒന്ന് വിളിച്ച് മാത്രം മതി. പല കാര്യങ്ങളുണ്ട്. എൻ്റെ മോൾക്ക് 2-3 വർഷമായിട്ട്, 2 വർഷം കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ അമ്മ ആണ് ഞങ്ങൾക്ക് ഇപ്പം 2 പിള്ളേരുണ്ട്. അവിടുത്തെ അമ്മ സംസാരിക്കത്തില്ലായിരുന്നു, വർഷങ്ങളായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ അമ്മയാണ് ആ അമ്മയെ സംസാരിപ്പിച്ചതും നല്ല ഇതാക്കി അനുഗ്രഹിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ കുറേ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ ഈ അമ്പലത്തിൽ വന്നതിന് ഇവിടുത്തെ അമ്മയാണ് എല്ലാം മാറ്റിത്തന്നത്. ഇവിടെ സ്ത്രീകൾ ഈ അമ്മ തന്നെ ചെയ്തേ മതി എന്നുള്ളത്, ഈ അമ്മ ചെയ്യുന്നതിനൊരു പൂവിട്ടാൽ പോലും ഈ അമ്മ ചെയ്യുന്നതിന് ഫലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊച്ചുതിര ക്ഷേത്ര മഹാകാളി ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഭക്തജനങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ സ്ഥിരമായി വരികയും അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മയുടെ ഒരു ശക്തിയൊക്കെ അറിയാനും കഴിഞ്ഞ ഒരു ഭക്തയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ പേര് ഷീജ, നമ്മൾ ഷീജ ചേച്ചിയാണ് കൂടെയുള്ളത്. അപ്പോൾ ഷീ ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ചേച്ചിക്ക് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും ചോദിച്ചാലേ നമ്മുടെ ഭക്തർക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഭക്തർക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ എന്ന് പറയാൻ? ഞങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ. കുറേ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ ഈ അമ്പലത്തിൽ വന്നതിന് ഇവിടുത്തെ അമ്മയാണ് എല്ലാം മാറ്റിത്തന്നത്. പിന്നെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഞങ്ങളുടെ ദേവി ഞങ്ങൾക്കൊരു കാവുണ്ട്, അത് അവിടെ തുള്ളൽ നടക്കുക. അവിടുത്തെ അമ്മ സംസാരിക്കത്തില്ലായിരുന്നു, വർഷങ്ങളായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ അമ്മയാണ് ആ അമ്മയെ സംസാരിപ്പിച്ചതും നല്ല ഇതാക്കി അനുഗ്രഹിക്കും. ഇത് ഈ അമ്മ ഇവിടുത്തെ അമ്മ, 2 അമ്മ, അമ്പിയമ്മ അവിടുത്തെ അമ്മ. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോഴാണ് അമ്മമാരെ ഇതുവരെ പൂജകൾ അതെന്താ ഒരു പ്രത്യേകതയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഭക്തர்கள் ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് നമ്മുടെ ചാനലുള്ളവർ. പക്ഷെ ഇവിടുത്തെ അമ്മയ്ക്ക് ഇവിടെ സ്ത്രീകൾ ഈ അമ്മ തന്നെ ചെയ്തേ മതി എന്നുള്ളത്, ഈ അമ്മ ചെയ്യുന്നതിനൊരു പൂവിട്ടാൽ പോലും ഈ അമ്മ ചെയ്യുന്നതിന് ഫലമാണ്. ഈ അമ്മ ചെയ്യുന്നതിന് ഫലമാണ്. അവിടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാവാണത്. അത് ഈ അനുഗ്രഹങ്ങളൊക്കെ നടക്കുന്ന കാവാണ്. അവിടെ ഇന്ന് ഞങ്ങളുടെ കാവിലെ തുള്ളൽ ഇന്ന് നടക്കുവാണ് അവിടെ. അപ്പം അവിടുത്തെ അമ്മ പൊട്ടിച്ച് വിട്ടത്, അവിടെ രക്ഷപ്പെടുത്തി വിട്ടതൊക്കെ ഇവിടുത്തെ അമ്മയാണ്. അപ്പം ഇവിടെ വന്ന് ഞാനൊരു ചരടി വെച്ചിട്ടാണ് അവിടെ പോകുന്നത്. അപ്പൊ ഇവിടെ കൂടുതൽ ഭക്തർ വരുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത്? എന്താണ് നമുക്ക് ഇവിടെ വരുമ്പോൾ? ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഈ അമ്മ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും സാധിച്ചു. നമ്മളെന്ന് മനസ്സ് ഉരുകി ഒന്ന് വിളിച്ച് മാത്രം മതി. പല കാര്യങ്ങളുണ്ട്. എൻ്റെ മോൾക്ക് 2-3 വർഷമായിട്ട്, 2 വർഷം കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ അമ്മ ആണ് ഞങ്ങൾക്ക് ഇപ്പം 2 പിള്ളേരുണ്ട്, കുഞ്ഞുങ്ങളെ തന്നത്. ഒരുപാട് ഇപ്പം നമ്മുടെ ഒരുപാട് ഭക്തർ നമുക്ക് പറയാറുണ്ട്. കാരണം മക്കളില്ലാത്ത ഒരുപാട് ഭക്തർ, അപ്പം അവർ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് വലിയൊരു അറിവായിരിക്കും. ഇപ്പം നമ്മൾ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ഭക്തജനങ്ങൾക്ക് സന്താന ഭാഗ്യം ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ മംഗലയോഗം ഇല്ലാത്തവർക്കൊക്കെ ഒത്തിരി പേരുടെ കല്യാണമൊക്കെ ഇവിടെ വന്ന് നടന്നിട്ടുണ്ട്. ഇപ്പം ആദ്യം നിന്നിടത്തല്ല ഇപ്പം പോയേക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചേട്ടന് ഈ പാത്രങ്ങളാവുന്നു വെച്ച് കഴിച്ച് സ്വയം വെച്ച് കഴിച്ച് വേണം കഴിക്കാനായിട്ട്. അതൊന്നും ഇല്ലായിരുന്നു. അപ്പം അതെല്ലാം ഒരു സ്ത്രീ ആരാന്ന് എനിക്കറിയത്തില്ല, ഇവിടുത്തെ അമ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ അമ്മയും 2 അമ്മമാരും കൂടിയാണെന്ന് തോന്നുന്നു. അവിടെ കൊണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് കടയുടെ കടയല്ല സെയിൽസ്മാനാ, അവിടെ നിന്നപ്പോഴത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നെന്നും പറഞ്ഞ് വിളിച്ചിട്ട് കുറേ പാത്രങ്ങളൊക്കെ കൊണ്ട് കൊടുത്ത് സത്യം ഇത് നടന്ന സംഭവം. എന്നോട് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഏതമ്മ ഇവിടുത്തെ അമ്മയായിരിക്കും കൊണ്ട് തന്നെയെന്ന് പറഞ്ഞു. ഒട്ടും വിചാരിക്കാതെ നടന്ന സംഭവം എന്ന് വെച്ചാൽ 1 മാസമായിട്ട് പുള്ളി 1-2 മാസമായിട്ട് പുള്ളി ചപ്പാത്തി തന്നെ കഴിച്ചുകൊണ്ടിരുന്നത്. പാത്രമില്ലായിരുന്നു. അവർ പറഞ്ഞാൽ മേടിച്ചു കൊടുക്കും, മറ്റേ പുള്ളി ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കും, കൊണ്ടുപോയേക്കുന്നത് സ്പോൺസർ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ അപ്പം പുള്ളിക്ക് പറയാനൊരു മടി ചെന്നതേ ഉള്ളതുണ്ട്. ഈ അമ്മ ഇങ്ങനെ കൊണ്ട് കുറേ പാത്രമുണ്ട്. കാറിൽ അവർ വന്നത്, ആ സ്ത്രീ വന്ന് കാറിൻ്റെ വാതിക്ക് നിന്നിട്ട് ഒരു 10 പേരിങ്ങനെ നേരം കടയുടെ വാതിക്ക് നിൽക്കുക, ഒരു 10 പേരുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വന്നും പറഞ്ഞ് ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഡോറിൻ്റെ ഡിക്ക് തുറന്നിട്ട് നീ നിൻ്റെ ആവശ്യത്തിനുള്ള പാത്രങ്ങൾ എടുത്തോളാം മനസ്സിൽ കണ്ടത് എത്തിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ എന്ന് ഈ ചപ്പാത്തിയോ കഴിക്കുന്ന ചോറ് കഴിക്കേണ്ട, പാത്രം പോലും ഇല്ലെന്നും പറഞ്ഞു.
അങ്ങനെ ഒരുപാട് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഭക്തർ വരുന്നുണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. കേട്ടറിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. ചേച്ചി ഇവിടെ വരുമ്പോൾ സാധാരണ നടന്ന വഴിപാടുകളൊക്കെ എന്തൊക്കെയാണ്? ഞാനിവിടെ വരുമ്പോൾ ഞാൻ കദളിപ്പഴം കൊണ്ടുവരും, പിന്നെ ഇവിടെ പൂജ നടത്തുന്നുണ്ട്, പിന്നെ അല്ലാതെ പുഷ്പാഞ്ജലികൾ നടത്തുന്നുണ്ട്, പിന്നെ ഹനുമാനൊക്കെ ആണെങ്കിൽ ഗത വഴിപാടെന്നും പറഞ്ഞ വഴിപാടുണ്ട്.